കാസർഗോഡ് കാര്യങ്കോട് പുഴയിൽ ശക്തമായ നീരൊഴുക്കിൽ അച്ചാംതുരുത്തി കിഴക്കേമുറി നടപ്പാലം തകർന്നു. ഇരു കരകളിലുമായി നൂറുകണക്കിന് പേർ പ്രതിദിനം ആശ്രയിക്കുന്ന പാലമാണ് തകർന്നത്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു. സിജു, കഴിഞ്ഞ ദിവസമുണ്ടായത് നീരൊഴുക്ക് കർണാടക വനമേഖലയിലടക്കം ശക്തമായ മഴയുണ്ടായതിനെ തുടർന്ന് തേജസ്വിനി പുഴയിൽ വലിയ നീരൊഴുക്കാണ് കഴിഞ്ഞ ദിവസമുണ്ടായത്. നീരൊഴുക്കിനിടയിൽ പല സ്ഥലങ്ങളിലും ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നതിനാൽ വീടുകളിലടക്കം വെള്ളം കയറി. ഞാനിപ്പോൾ നിൽക്കുന്നത് അച്ചാന്തുരുത്തിയാണ്. അതിനിടയിൽ അച്ചാന്തുരുത്തി കിഴക്കേമുറി പാലം തകർന്നിട്ടുണ്ട്. ഈ നടപ്പാലം വർഷങ്ങളായി ആളുകൾ ഉപയോഗിക്കുന്നതാണ്. കിഴക്കേമുറിയിൽ മേഖലയിൽ നിന്ന് നീലേശ്വരം ഉൾപ്പെടെ പോകുന്ന ആളുകൾ അച്ചാന്തുരുത്തി വഴി പോകാൻ ഉപയോഗിക്കുന്ന ഒരു പാലമാണ്. അതോടൊപ്പം തന്നെ അച്ചാന്തുരുത്തി സ്കൂളിലേക്ക് കിഴക്കേമുറി ഭാഗത്ത് നിന്നുള്ള കുട്ടികളെല്ലാം എത്തുന്ന സ്ഥലമാണ്. അച്ചാന്തുരുത്തിയിൽ നിന്ന് തിരിച്ച് കിഴക്കേമുറി ഭാഗത്തേക്കും പോകുന്നതിന് വേണ്ടി ആളുകൾ ആശ്രയിക്കുന്ന പാലമാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ നീരൊഴുക്കിനിടെ മരത്തടിയോ മറ്റോ വന്ന് ഇടിച്ചതിനെ തുടർന്ന് പാലത്തിൻ്റെ തൂണ് തകർന്നിട്ടുണ്ട്. പാലത്തിൻ്റെ മധ്യഭാഗം ഏതാണ്ട് അത് പൂർണ്ണമായും തകർന്ന് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് ജനങ്ങൾ എത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നാരായണൻ കൂടെ ചേരുന്നുണ്ട്. ഇത് വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പാലം ഒഴിവാകുമ്പോൾ രണ്ട് കരയിലെ ആളുകൾക്ക് വലിയ പ്രയാസം അനുഭവിക്കാം. കാരണം ഇത് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് പല ആവശ്യങ്ങൾക്കും പരസ്പരം ഉപയോഗിക്കുന്നൊരു പാലമാണ് അച്ചാന്തുരുത്തി കിഴക്കേമുറി പാലം. അപ്പോൾ അച്ചാന്തുരുത്തിയിൽ ഒരു UP സ്കൂളുണ്ട്. കിഴക്കേമുറി കാരി ഭാഗത്തൊക്കെയുള്ള കുട്ടികൾ ഈ സ്കൂളിനെയാണ് ആശ്രയിക്കുന്നത്. അതല്ലാതെ കണ്ട് ഈ പാലം ഒഴിവാക്കി വരാൻ ഒരുപാട് വളഞ്ഞു വരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ചാന്തുരുത്തി ഭാഗത്തുള്ളവർക്ക് കിഴക്കേമുറി ഭാഗത്തൊരു പാൽ സൊസൈറ്റി ഉണ്ട്. പാൽ വാങ്ങാനും സൊസൈറ്റിയിൽ പാൽ എത്തിച്ചു കൊടുക്കാനൊക്കെ ഈ പാലത്തെ ആശ്രയിക്കുന്നു. കാരിയിൽ ആശുപത്രി ഉണ്ട്. പ്രധാനമായിട്ടും ആശുപത്രിയിലേക്ക് അച്ചാന്തുരുത്തിയിലുള്ള ആളുകൾ പോകുന്നത് ഈ പാലം വഴിയാണ്. കിഴക്കേമുറിയിലെ ആൾ നീലേശ്വരം ഭാഗത്തേക്ക് പോകാനും കോട്ടപ്പുറം പാലത്തിൻ്റെ മുകളിൽ കൂടി പോകണമെങ്കിൽ ഇത് ഏറ്റവും എളുപ്പത്തിൽ പോകാവുന്ന ഒരു വഴിയാണ്. അപ്പോൾ അതൊക്കെ ഈ പാലത്തിൻ്റെ തകർച്ചയോടുകൂടി പ്രയാസപ്പെടുന്നൊരവസ്ഥയാണ്. ഏതാണ്ട് ഒരു 10-20 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്. ജില്ലാ പഞ്ചായത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക? ഈ തൽക്കാലം എന്തെങ്കിലും മാർഗമൊന്നും അങ്ങനെ ചെയ്യാനും പറ്റാത്ത സാഹചര്യമാണല്ലോ. താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്തു തീർക്കാനല്ല, ശാശ്വതമായ ഒരു പരിഹാരം തന്നെയാണ് ഏറ്റവും അത്യാവശ്യം. ഇപ്പോൾ MLA ഒക്കെ വന്നിട്ട് പോയിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ കാലവർഷക്കെടുതിയുടെയൊക്കെ ഭാഗമായിട്ട് എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും പഞ്ചായത്തും ഒക്കെ ഉള്ളത്. ഈ മേഖലയിൽ എങ്ങനെ വീടുകളിലേക്ക് വെള്ളം കയറിയിരുന്നോ? ഈ മേഖലയിൽ വീടുകളിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും വന്നില്ല. പക്ഷേ ചെറുവത്തൂർ പഞ്ചായത്തിൻ്റെ കിഴക്കൻ ഭാഗത്ത് മയിച്ച, കുറ്റിവയൽ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വീടുകൾ മയിച്ചിൽ നിന്ന് കുറേ കൂടി താമസം മാറുന്നതിലേക്ക് തന്നെ മയിച്ച ഹൈവേൻ്റെ കിഴക്ക് ഭാഗത്തിലെ കുറേ പ്രദേശത്ത് ആളുകൾ താമസം മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് റോഡ് പാലം തന്നെ വേണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അപ്പുറത്ത് റോഡ് ഉണ്ടാക്കി റോഡ് പാലം തന്നെ വേണം. അപ്പോൾ ഇതൊന്ന് കെട്ടി തൽക്കാലിക്ക് നടന്നു പോകണമല്ലോ. ഈ കുട്ടികൾ വരണ്ടേ, 100 കുട്ടികൾ ദിവസം വരുന്നുണ്ട്. 100 അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെയും വൈകുന്നേരം ഉച്ചക്കെല്ലാം പോകുന്നൊരു പാലാണിത്. അപ്പോൾ വളരെ അത്യാവശ്യമല്ല. ഞങ്ങൾ പഞ്ചായത്ത് അതിന് ചെറിയ ഫണ്ട് നീക്കി വെക്കാമെന്ന് വിചാരിച്ചതാണ്. എങ്കിൽ പോലും അതൊന്നും തികയാത്ത രൂപത്തിൽ ഈ വെള്ളപ്പൊക്കം മൂലം വന്നുപോയി. വലിയ നഷ്ടം തന്നെ വന്നു പോകുന്നു. ആകെ മാറ്റേണ്ടത്. അതിൻ്റെ അകത്ത് റെയിൽ ആകെ പൊടിഞ്ഞു പോകുന്നതിൽ പൊട്ടിപ്പോലും പലയിടത്തും പൊട്ടിയിട്ടുണ്ട്. കുറേ തൂണുകൾ പൊട്ടിപ്പോയിട്ടുണ്ട്. ആ തൂണുകളൊക്കെ മാറ്റി പുനഃസ്ഥാപിച്ച് നടക്കാൻ രൂപത്തിലാക്കാൻ തന്നെ നല്ല ഫണ്ട് വേണ്ടി വരും. പിന്നെ റോഡ് പാലം കൂടി ഞങ്ങൾക്ക് ആവശ്യമാണ് നിർത്തേക്ക്. ജില്ലാ പഞ്ചായത്തും കൂടി ഒരു ഫണ്ട് ഈ പ്രാവശ്യം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റിപ്പയറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിപ്പോൾ ഇനിയിപ്പോൾ പര്യാപ്തമല്ലല്ലോ. ആ റിപ്പയർ ഇപ്പോൾ ഇനി നടക്കില്ല. ഇങ്ങനെ സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറുകണക്കിന് ആളുകൾ പ്രതിദിനം വിവിധ ആവശ്യങ്ങൾക്ക് പല സ്ഥലങ്ങളിലേക്കും പോകുന്ന ആളുകൾ ആശ്രയിക്കുന്ന പാലമാണ് തകർന്നിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടിലേക്കാണ് ജനങ്ങൾ എത്തുന്നത്. ഏതായാലും താൽക്കാലികമായെങ്കിലും ഇതിൻ്റെ ഒരു അറ്റകുറ്റപ്പണികൾ നടത്തണം. ജില്ലാ പഞ്ചായത്തും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തും ഫണ്ട് ആദ്യഘട്ടത്തിൽ നീക്കി വെച്ചിരുന്നെങ്കിലും ആ ഫണ്ട് ഇപ്പോൾ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ തകരാറുകൾ പരിഹരിക്കുന്നതിന് പര്യാപ്തമാവില്ല എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം 20 വർഷത്തോളമായുള്ള ഈ പാലത്തിന് പകരമായി ഒരു റോഡ് പാലം ഇവിടെ വേണമെന്ന ഒരാവശ്യമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്.